ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ രാവിലെ ഈ ഓട്ടോയിലൊക്കെ കയറി എവിടെയാണ് പോകുന്നതെന്ന്. ഞങ്ങൾ മോൾ ഓഫ് ട്രാവൻകൂറിലേക്കാണ് ഗൈസ് പോയത്. പതിവിലും നേരത്തെ ആയതിനാൽ ഞങ്ങൾ മോൾ ഓഫ് ട്രാവൻകൂറൊക്കെ ഒന്ന് കറങ്ങി കണ്ട് പിന്നെ ഞങ്ങൾക്ക് എത്താൻ എവിടെയാണോ പോകേണ്ടത് ആ ഫ്ലോറിലേക്ക് എത്തി. പിന്നെ രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു 2 കട്ടനും കുടിച്ചു. അതിൻ്റെ കൂടെ കടിയും കഴിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം അവിടെ ഓപ്പണായി. ടോണി ആൻഡ് ഗൈ ഞങ്ങൾ ഹെയർ കട്ടിങ്ങിനും ഹെയർ ട്രീറ്റ്മെൻറ്റിനൊക്കെയാണ് പോയത്. അപ്പോൾ ആദ്യം തന്നെ ഞാനാണ് ഗൈസ് കട്ട് ചെയ്യായിരുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യമൊക്കെ കുറച്ച് നെർവസ് ആയിരുന്നു. കാരണം നീളമുള്ള മുടിയല്ലേ, നീളം കുറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലമ്മ കയറ്റില്ല എന്നൊരു കാര്യമുള്ളതിനാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബട്ട് എനിക്ക് വെട്ടണം തന്നെയായിരുന്നു. കാരണം എനിക്ക് 19 വയസ്സായി. 19 വയസ്സിൽ നമ്മൾ അമ്മമാർ തുമ്പ് വെട്ടുന്നതല്ലാതെ ഞാൻ എൻ്റെ മുടിയിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈം വെട്ടാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് വിഷമവും കാര്യങ്ങളൊന്നും അതിപ്പോഴും ഇല്ല ഗൈസ്. എല്ലാവർക്കും ചിലവർക്കൊക്കെ കാണും ഈ ലോങ് ഹെയർ വെട്ടുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ്. എനിക്കതൊന്നും ഇല്ലായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി. ആ ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ഗൈസ്. എനിക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല എൻജോയ് ചെയ്തിരുന്ന ഒരു ഇതായിരുന്നു. പിന്നെ അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ സർവീസും ഒക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. പിന്നെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റാണ്. ആദ്യം ഹെയർ കട്ടിംഗ് ആയിരുന്നു. ഹെയർ കട്ടിങ് ചെയ്തിട്ടാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതും നമുക്ക് ഡൗട്ടായിരുന്നു. കാരണം എന്താണ് ഇവർ ചെയ്യുന്നത്, ഇത് ശരിയാവുമോ, സെറ്റാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിനിടയ്ക്ക് അവർ നമുക്ക് ചായയൊക്കെ വാങ്ങിച്ചത്. ചായയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഡ്രൈയിങ് ഒക്കെ തുടങ്ങി. ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഹെയറാണ്. അത് കഴിഞ്ഞ് ഡ്രൈയിങ് ഒക്കെ തുടങ്ങി. അവിടെ പിന്നെ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുത്തു. നല്ലതായിരുന്നു ഗൈസ്. എൻ്റെയും എനിക്കും ഞങ്ങൾ രണ്ടുപേരും ഹെയർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ രാവിലെ മുതലൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഒരു ഐസ്ക്രീമും കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ നല്ല ഹാപ്പിയായിരുന്നു ആ ദിവസം. പിന്നെ ഊബറൊക്കെ വിളിച്ചാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.